UDFിനെ രൂക്ഷമായി വിമർശിച്ച INTUCയുടെ മുഖമാസിക ഇന്ത്യൻ തൊഴിലാളി. ഭരണം നഷ്ടപ്പെട്ട UDFിനെ കണക്കറ്റ് പരിഹസിച്ച് INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ തയ്യാറാക്കിയ മുഖപ്രസംഗത്തിലാണ് UDFിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. UDF എന്തുകൊണ്ട് തോറ്റു എന്ന തലക്കെട്ടിലാണ് ചന്ദ്രശേഖരൻ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത്. ഭരണത്തിന്റെ തുടക്കനാളുകളെ പ്രകീർത്തിച്ചുകൊണ്ടും വികസന പ്രവർത്തനങ്ങളെയെല്ലാം പ്രശംസിക്കുന്ന ലേഖനത്തിൽ എന്നാൽ തോൽവിയുടെ കാരണങ്ങൾ ഒന്നൊന്നായി എണ്ണി പറയുന്നുണ്ട്. UDFിലെ ഭിന്നതയും സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകളും തൊഴിലാളി പ്രസ്ഥാനത്തെ തഴഞ്ഞതും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെയെല്ലാം ലേഖനം വിശദമായി തന്നെ പറയുന്നുണ്ട്. സരിതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നാണംകെട്ട തോൽവിക്ക് കാരണമായെന്നും അവർ വിതച്ച ദുർഗന്ധത്തിന്റെ പുകയ്ക്കുള്ളിൽ UDFിന്റെ വികസനം വെളിച്ചം കണ്ടില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. കോൺഗ്രസിന്റെ നട്ടലെന്ന് അവകാശപ്പെടുന്ന INTUCയിൽ നിന്നും വളർന്ന നേതാക്കളായ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ളവരെ പാർലമെന്ററി രംഗത്തേക്ക് പരിഗണിച്ചിട്ടും കഴിഞ്ഞ കുറെ കാലമായി തെരഞ്ഞെടുപ്പിൽ INTUCക്ക് പരിഗണന നൽകാത്തതിലെ അതൃപ്തിയും ലേഖനത്തിൽ പറയുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരുമാണ് കോൺഗ്രസിന്റെ അധപതനത്തിന് കാരണം. അതുകൊണ്ടാണ് INTUC പറയുന്നത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ജാതി എന്ന് പറയുന്നത് തൊഴിലാളി സംസ്കാരം മാത്രമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മഹത്തായ നമ്മുടെ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് കോൺഗ്രസ് വഴങ്ങിയപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിലെ ഭിന്നത ആരംഭിച്ചു. എല്ലാവരും തള്ളിപ്പറഞ്ഞ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും വിജയം വരിച്ച UDFിന്റെ പരാജയം കോൺഗ്രസിന് പാഠം തന്നെയാണെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇത്ര കണ്ട് അവഹേളിക്കപ്പെട്ട ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും അതുതന്നെയാണ് കോൺഗ്രസിന്റെയും UDFിന്റെയും പരാജയത്തിന് കാരണമെന്നും പറഞ്ഞാണ് ലേഖനം അവസാനിപ്പിച്ചിരിക്കുന്നത്. അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.